നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പോലീസ് സേനയിലെ 33 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പാലക്കാട് ട്രാഫിക് SI M മുരുകനെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പാലക്കാട് ബസ് ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ N വിദ്യാധരൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ ആമുഖ പ്രഭാഷണം നടത്തി. ബസ് ഉടമകളോടും ജീവനക്കാരോടും വളരെ മാന്യമായി ഇടപെട്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു മുരുകൻ സാർ എന്ന് T ഗോപിനാഥൻ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ K ഗിരീഷ്, C സുധാകരൻ, KV വിപിൻ എന്നിവർ സംസാരിച്ചു. മലമ്പുഴ ITIയിലെ പഠനകാലത്തു തന്നെ ബസ്സുകാരുമായി നല്ല ബന്ധമായിരുന്നെന്നും ട്രാഫിക് SI ആയിരുന്നപ്പോഴും ആ ബന്ധം നിലനിർത്താൻ കഴിഞ്ഞിരുന്നുവെന്നും മറുപടി പ്രസംഗത്തിൽ M മുരുകൻ പറഞ്ഞു. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെല്ലാവരുടെയും ഈ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ബസ്സുകാർക്കും സുപരിചിതനായ, ബസ് ഉടമകൾക്ക് മാത്രമല്ല ബസ് ജീവനക്കാർക്ക് ഉൾപ്പെടെ സുപരിചിതനായ ഒരാളാണ് മുരുകൻ സാറ്. അദ്ദേഹം നമ്മളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും വിഷയം ബന്ധപ്പെട്ട് പറയും, അയ്യേ ഞാൻ ബസ്സുകാരെ എൻ്റെ ഭാഗത്ത് ബസ്സുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾ പേടിക്കില്ല, എനിക്ക് ബസ്സുകാരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്ന ഒരാളല്ല. കാരണം ഇവരൊക്കെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറുന്ന കാലം മുതൽ ഇവരൊക്കെ ആയിട്ട് ഞാൻ ഇടപെടുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്ന് വളരെ സൗമ്യമായിട്ട് നമ്മളോട് പറയുന്ന ഒരാളാണ്. പലപ്പോഴും പലതവണയും അദ്ദേഹം പല കാര്യങ്ങളും നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ബസ് ജീവനക്കാരും ഉടമകളും അതൊന്നും വകവയ്ക്കാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ട്രാഫിക് പോലീസിൽ ഉണ്ടാക്കുമ്പോഴും അദ്ദേഹം വളരെ സൗമ്യമായിട്ട് ഗോപിയേട്ടാ ഇനി ഞാൻ പറയില്ല എന്ന് പറയല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. അപ്പൊ ഞാനൊരു ദിവസം അദ്ദേഹത്തോട് പറയേണ്ടത്, സാർ ഇങ്ങനെയായി പോരാ, സാർ ഒരു പോലീസായാലേ, കറക്റ്റ് പോലീസായാലേ സാറിന് ഈ ഇവിടുത്തെ ബസ്സുകാരെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. പോലീസിന്റെ കുറച്ച് സ്വഭാവം സാറ് കാണിക്കണം. എനിക്കത് പറ്റില്ല, നിങ്ങളുടെ അടുത്ത് എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാത്തത്. വളരെ പച്ചയോടെ നമ്മൾ പറയാറുള്ള ഒരാളാണ് മുരുകൻ സാറ്. കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റുപരമായിട്ട് അദ്ദേഹം ഇവിടെ ട്രാഫിക്കിൽ SI സേവനം അനുഷ്ഠിച്ച് കുറച്ചു കാലം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് വളരെ മുമ്പ് തന്നെ എന്നെ വ്യക്തിപരമായി എനിക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം സർവീസിൽ കയറുന്ന കാലങ്ങളിൽ, കാരണം അദ്ദേഹം താമസിക്കുന്നത് അയിലൂർ വന്ന പാലമത്തെ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടുന്ന് വളരെ ഒരു 40 കൊല്ലം മുമ്പ് എൻ്റെ സർവീസ് അവിടെ ആരംഭിക്കുക. ആ കാലം മുതൽ നോക്കല് ഞാൻ പരിചയമുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ അത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയാണ് വിവാഹം കഴിച്ചത്. അപ്പം കുറച്ചുകൂടി പരിചയം കൂടുതലായി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബസ്സുകാരൊക്കെ വിളിച്ചു. എനിക്ക് ഇവരായിട്ട് സംസാരിക്കാൻ നല്ലൊരു ഇഷ്ടമായിരുന്നു. പിന്നെ ഗോപിയേട്ടൻ എപ്പോഴും പറയും, ഒന്ന് പോലീസ് ആയിക്കോടെ ചോദിച്ചു. ജന്മം കൊണ്ട് അങ്ങനെയല്ലല്ലോ, പോലീസാകാൻ മനസ്സുകൊണ്ട് പോലീസാണ്, പക്ഷെ ഒരു വില്ലത്തരം കാണിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ആവില്ലത്. അതിൽ പ്രത്യേക കാരണം പറഞ്ഞാൽ വിദ്യാർത്ഥിയുടെ ബസ് ആദ്യമായിട്ട് സർവീസ് നടത്തുമ്പോൾ ഞാൻ ബസ് യാത്ര ചെയ്തു. മലമ്പുഴ ITI പഠിക്കുമ്പോൾ കൺസെഷൻ തന്നു. അതിനുശേഷം 5 സ്റ്റാർ ദാസരുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ ഗണേശിലേക്ക് അറിയാം. ആ കാലഘട്ടത്തിന് ശേഷം അന്ന് ബസ് സ്റ്റാഫുകളൊക്കെ പഠിക്കാൻ ജീവനക്കാർ നല്ല കണക്ഷനായിരുന്നു. SRT ബസ്സാണെങ്കിലും എല്ലാ ബസ്സിലും സ്റ്റാഫുകളെ നല്ല ബന്ധുവായിരുന്നു. അതിനുശേഷം ഞാൻ ട്രാഫിക് സ്റ്റേഷനിൽ ചാർജ് എടുത്തപ്പോൾ എനിക്ക് ഇവരുടെ അടുത്ത് കഴിയാൻ പറ്റില്ല. SRT ബസ്സിന് എക്സ്ക്യൂസ് കൊടുക്കുക, SKM ബസ്സിന് ചീത്ത പറയാം, അത് ശരിയില്ല. അതായത് പാർശ്വത്യം വേണ്ട പറഞ്ഞ് ഞാൻ ആരിനൊന്നും ഉണ്ടാകാൻ പോയില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ബസ് സ്റ്റാൻഡൊക്കെ എനിക്ക് വല്ലാത്ത ഫീൽ ചെയ്തു. മുനിസിപ്പൽ സ്റ്റാൻഡ് കൊട്ടാരം പോലത്തെ ബസ് സ്റ്റാൻഡായിരുന്നു. അതൊന്നും അല്ല ഉണ്ടാക്കി. അതൊക്കെ ബസ് നിങ്ങൾക്ക് പ്രശ്നമത്, നമ്മൾക്ക് പ്രശ്നമല്ല. പിന്നെ ഇപ്പോൾ പഴയ പോലെ പോലീസുകാരെ ബസ്സുകാരെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവമൊന്നുമില്ല. പിന്നെ എൻ്റെ ബാച്ചുകാരനാണ് പൈസയിൽ ഇപ്പോൾ ട്രാഫിക് ട്രാൻസ്ഫർ ഇനി വരാൻ പോകുന്ന പത്മരാജനാണ്, ചെറുപ്പശ്ശേരി ഇവിടെ വീടാണ്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.